ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് മെയ് 19 ഞായറാഴ്ച ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ വെച്ച് നടത്തപ്പെടുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സഭയുടെ നവീകരണത്തിന്റെ ഭാഗമായും ഇരിങ്ങാലക്കുട രൂപതയുടെ സുവർണ ജൂബിലിക്ക് ഒരുക്കമായും ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തപ്പെടുന്നത്. ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക് എന്ന ആപ്തവാക്യവുമായി ദിവ്യകാരുണ്യം ജീവകാരുണ്യം എന്ന വലിയ സന്ദേശവുമായാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇരിങ്ങാലക്കുട രൂപതയിൽ നടത്തപ്പെടുന്നത്. രൂപതയിലെ 60,000-ഓളം കുടുംബങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 25,000-ഓളം പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും. ദിവ്യകാരുണ്യ ആരാധന, സമൂഹബലി, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, സെമിനാറുകൾ എന്നിവ ദിവ്യകാരുണ്യ കോൺഗ്രസിലുണ്ടായിരിക്കും. ദിവ്യകാരുണ്യ കോൺഗ്രസിന് മുന്നോടിയായി മെയ് 4, 5, 6, 7 ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ സന്ദേശയാത്ര ഇരിങ്ങാലക്കുട രൂപതയിൽ നടക്കപ്പെടും. 1866-ൽ വിശുദ്ധ ചാവറാച്ചന്റെ നേതൃത്വത്തിൽ കേരള കത്തോലിക്ക സഭയിൽ ആദ്യമായി 40 മണിക്കൂർ ആരാധന നടത്തപ്പെട്ടതും ചാവറാച്ചന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന കൂനമാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ വെച്ച് മെയ് 4 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ദേവാലയ റെക്ടർ മോൺ സെബാസ്റ്റ്യൻ ലൂയിസ്, ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺ ജോസ് മാളിയേക്കലിന് പതാക നൽകി സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിലായി നടത്തുന്ന ദിവ്യകാരുണ്യ സന്ദേശയാത്ര ഇരിങ്ങാലക്കുട രൂപതയിലെ 141 ഇടവക ദേവാലയങ്ങളിലും എത്തിച്ചേരും. ഓരോ ഇടവകയിലും വികാരിയച്ഛനും മറ്റു ഭാരവാഹികളും ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കുന്നവരും സന്ദേശയാത്ര വരുമ്പോൾ സന്നിഹിതരായിരിക്കും. ആളൂർ BLM കപ്പോളയിൽ രൂപതാ മെത്രാൻ മാർ പോളിക്കണ്ണുകാടൻ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ദിവ്യബലിയോടെ മെയ് 1 മുതൽ അഖണ്ഡ ജപമാല ആരംഭിച്ചു. മെയ് 15 വരെ ഇത് തുടരും. ദിവ്യകാരുണ്യ സന്ദേശയാത്രയോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ രൂപതാ വികാരി ജനറൽ മോൺ ജോസ് മാളിയേക്കൽ, കത്തീഡ്രൽ വികാരി ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ജനറൽ കൺവീനർ ഫാദർ റിജോയ് പഴയാറ്റിൽ, പബ്ലിസിറ്റി കൺവീനർ ഫാദർ ജോൺ കവലക്കാട്ട്, പബ്ലിസിറ്റി ജോയിന്റ് കൺവീനർ ടെൽസൺ കോട്ടോളി, ദിവ്യകാരുണ്യ കോൺഗ്രസ് ജോയിന്റ് കൺവീനർ ലിംസൺ ഊക്കൻ, കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോഷി പുത്തരിക്കൽ എന്നിവർ പങ്കെടുത്തു. കർത്താവായ ദൈവത്തിന് പരിശുദ്ധമായി സന്നിഹിതനായിരിക്കുന്ന കർത്താവായ ദൈവത്തിന് പരസ്യമായി നടത്തുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും സമുചിതമായ, ഏറ്റവും വലിയ ആരാധനയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് പ്രകാരം ഉദ്ദേശിക്കുമ്പോൾ ഇത് അവിടെ രൂപതയിലെ മുഴുവൻ പേർക്കും പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. പ്രാതിനിധ്യ സ്വഭാവം അനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രാദേശിക സഭയായ ഇരിങ്ങാലക്കുട രൂപതയുടെ ആഭിമുഖ്യത്തിലാണ് നടത്തുന്ന സ്ഥലം. ഇവിടെ കത്തീഡ്രൽ അങ്കണം തന്നെയാണ്. സഭയില് പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുന്ന, ഈ വർഷം പന്തക്കുസ്ത തിരുനാൾ ആചരിക്കുന്ന മെയ് മാസം 19-ാം തീയതിയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇവിടെ നടത്തപ്പെടുക. 1,60,000-ഓളം ജനങ്ങളുണ്ട്. ഇത്തരം പേരിൽ നിന്നും ഏകദേശം 25,000-ഓളം പേരാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാനായിട്ട് വരിക.